friends, I'm Sri Kuttiyaru and welcome to my YouTube channel Kerala Kissy. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നാട്ടിൽ ഭയങ്കര മഴയാന്നൊക്കെ പറഞ്ഞു കേട്ടു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ എപ്പോഴും മേടിക്കാറില്ലേ സ്നിക്കേഴ്സ്? അത് എത്രമാത്രം ഹെൽത്തി ആണെന്ന് നമുക്കറിയില്ലല്ലോ. അതിൽ എത്രമാത്രം പ്രിസർവേറ്റീവ്സ് അവർ ആഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒന്നും അറിയില്ല. പിന്നെ ആ സെയിം റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്ന കുറേ ടൈം എടുക്കുമല്ലേ. അന്ന് ആ സെയിം ടേസ്റ്റിൽ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിലൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമുക്ക് ഈസി സ്നിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടൂ കേട്ടോ. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 13 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. നമുക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ല മധുരമുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ചോക്ലേറ്റ് ചിപ്പാണ്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. കുറച്ച് കപ്പലണ്ടി ചെറിയതാക്കിയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുറിച്ചോ ചതച്ചോ എടുക്കാവുന്നതാണ്, അല്ലാതെ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. പിന്നെ കുറച്ച് കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞ് വറുത്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പീനട്ട് ബട്ടർ ആണ്. ഇനി നമുക്ക് ഈ ഡേറ്റ്സിന്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞെടുക്കാം. ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. വല്ലാതെ മുറിക്കരുത്, ജസ്റ്റ് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ലൈനാക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോ കുരുക്കളും ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ എല്ലാ ഡേറ്റ്സിന്റെയും സീഡ് ഇതുപോലെ എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ഈന്തപ്പഴത്തിന്റെയും കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പീനട്ട് ബട്ടർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കറക്റ്റ് ഒരു മെഷർമെന്റ് ഒന്നുമില്ല കേട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓരോ ഈന്തപ്പഴത്തിന്റെ വലിപ്പം അനുസരിച്ചിട്ട് മാറ്റം വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൊള്ളാവുന്നത്ര നമുക്ക് നിറച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കപ്പലണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ. 2-3 കപ്പലണ്ടി വെക്കാവുന്നതാണ്. ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ കപ്പലണ്ടിയൊക്കെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിന്റെ മേലുള്ള പീനട്ട് ബട്ടർ ഇല്ലേ അതൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ ഡേറ്റ്സും ഫില്ല് ചെയ്തിട്ട് എടുക്കാം. കപ്പലണ്ടി ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഏത് നട്ട്സ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ സ്നിക്കേഴ്സിന്റെ ടേസ്റ്റ് വേണമെങ്കിൽ കപ്പലണ്ടി തന്നെയാണ് കേട്ടോ നല്ലത്. ഇപ്പൊ എല്ലാ ഈന്തപ്പഴവും പീനട്ട് ബട്ടറൊക്കെ വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഈ ചോക്ലേറ്റ് ചിപ്പ് എല്ലാം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ചോക്ലേറ്റ് ചിപ്പ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് മൈക്രോവേവ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ. ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും ഒരു സോസ് പാൻ എടുക്കാവുന്നതാണ്. ഇനി അതിന്റെ മേലേക്ക് വലിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോക്ലേറ്റ് ചിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് ചോക്ലേറ്റ് ചിപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് മെൽട്ടായിട്ട് വരണം. മെൽട്ടായിട്ട് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് വലിയ ബൗൾ എടുക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ എളുപ്പം. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് കൂടെ ചോക്ലേറ്റ് ചിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് കേട്ടോ ഇതുപോലെ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ചിപ്പൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മെൽട്ടായിട്ടുള്ള ചോക്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കപ്പലണ്ടിയില്ലേ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഓരോന്നായിട്ട് ഈ ചോക്ലേറ്റിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഞാനൊരു ബൗളിൽ പാർച്ച്മെന്റ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പാർച്ച്മെന്റ് പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ചുമ്മാ കുറച്ച് ഓയിൽ തടവി എടുത്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഓരോ ഡേറ്റ്സും ഇതുപോലെ നന്നായിട്ട് ചോക്ലേറ്റ് ഒക്കെ കവർ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഈന്തപ്പഴം എല്ലാതും നല്ല ചോക്ലേറ്റിൽ കവേർഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടിയില്ലേ അത് ബാക്കിയുള്ളത് കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. നോർമലി ഒരു 20-30 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് സെറ്റായി വരേണ്ടതാണ്. ഇതപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടോ, അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇപ്പം നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ ഇൻ കേസ് രണ്ടും കൂടിയിട്ട് ഒന്ന് ഒട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അത് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. കപ്പലണ്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ മുറിക്കാൻ കുറച്ച് പാട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്, ശരിക്കും സ്നിക്കേഴ്സ് കഴിക്കുന്ന മാതിരി തന്നെയാണ്. പിന്നെ നമ്മൾ ഈന്തപ്പഴമൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അതും സ്നിക്കേഴ്സിൻ്റെ സെയിം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇനി വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്നിക്കേഴ്സ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.